എൻ്റെ പേര് ഖദീജ ബീവി എന്നാണ്. സ്ഥലം ഇവിടെ മലപ്പുറം പെരുമ്പറമ്പാണ്. ഇന്നിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. അതിപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ടും യൂട്രസ് ഒഴിവാക്കി കൊണ്ടുള്ള ഓപ്പറേഷനുകൾ കണ്ടുവരുന്നുണ്ട്. 140% സ്ത്രീകൾക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ഇതാണല്ലോ ഉപയോഗിച്ചിരുന്നത്, തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം 100% കോട്ടൺ തുണി കൊണ്ടുള്ള ഈ പാഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. ചിലവർക്ക് ഇത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മറ്റേതാകുമ്പം അഴിച്ച് കളഞ്ഞാൽ മതി, കഴുകണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിലവർ ശരീരം നോക്കണം എന്നുള്ളവർ ഇത് നല്ലതാണെന്നും പറഞ്ഞ് വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വാങ്ങിയവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്, കുഴപ്പമില്ല. പിന്നെ ചിലവർക്ക് അലക്കി ഉണങ്ങുന്ന ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പം അലക്കി ഉണങ്ങുന്ന രീതിയിൽ വേറൊരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇത് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ സ്ത്രീകൾക്ക് വരെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. നമ്മൾ സാധാരണ സാനിറ്ററി പാഡ് മാർക്കറ്റിൽ കിട്ടുന്നതിനെ കഴിഞ്ഞും വലിപ്പം കൂടുതലാണ്. ഇത് വീതിയും നീളമൊക്കെ കൂടുതലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നാച്ചുറലായിട്ടാണ്, 100% കോട്ടൺ തുണി കൊണ്ടാണ്, യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ല. ഇത് വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് സെയിൽ ചെയ്യണം. പിന്നെ കുറേ സ്ത്രീകളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ബിസിനസ്സായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു റൂമൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ഇപ്പോൾ ഓരോരുത്തർ വീട്ടിലിരുന്നൊരു 2-3 ആൾക്കാർ ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് തരുന്നുണ്ട്. കോട്ടൺ തുണി കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ PUL ലീക്ക് പ്രൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ കോട്ടൺ തുണി കൊണ്ട് വീണ്ടും വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഡയപ്പർ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, സാനിറ്ററി പാഡുകൾ പറമ്പിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മണ്ണിന് കേടാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. പിന്നെ ഇത് മണ്ണിൽ നിന്ന് ലയിച്ച് ചേരണമെങ്കിൽ 500 വർഷമാണെന്നാണ് പറയുന്നത്. കത്തിക്കുമ്പോഴും പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് നമുക്ക് രോഗങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് തന്നെയാണ് ഏറ്റവും മെച്ചം. അലക്കുന്ന പാട് മാത്രമേ ഉള്ളൂ, അത് അലക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആ സമയം അഴിച്ച ഉടനെ തന്നെ വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ ശേഷം നമ്മൾ പോയി നോക്കുമ്പോൾ തന്നെ അത് ഫുള്ളും വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാകും. പിന്നെ നമ്മളത് നല്ല വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകി എടുത്താൽ മാത്രം മതി. 5 മിനിറ്റത്തെ പണി പോലും ഇല്ല.